ഈ ഒരു പലഹാരം വളരെ സിമ്പിളായിട്ട് നമുക്ക് ആവിയിൽ വേവിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് പഴുത്ത പഴം ഉപയോഗിച്ചാണ്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത 2 മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അരികുകൾ മാറ്റി ഇതുപോലെ കട്ട് ചെയ്ത് ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരമാണ് ആവി കയറ്റി എടുത്തത്. നന്നായിട്ട് പഴുത്ത പഴം ഉപയോഗിച്ചോളൂ. അപ്പോഴാണ് ഈ ഒരു പലഹാരത്തിൻ്റെ രുചി കൂടുക. ഇതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടുള്ള ഒരു കറുത്ത അരി പോലത്തെ സാധനം അതൊന്ന് മാറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ മാഷറോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗവും ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല വറുത്ത ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് കുഴച്ച് നോക്കാം. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് പാകത്തിനായോ എന്ന് മനസ്സിലാകുക. ഇതൊരല്പം സ്റ്റിക്കി ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി നോക്കി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കയ്യിലൊന്നും പറ്റാത്ത വിധത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇത് അങ്ങോട്ടേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങ ആദ്യം നെയ്യിലൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മളുടെ ഫില്ലിങ്ങിൻ്റെ രുചി ഒന്നും കൂടെ കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പിൻ്റെ അടുത്ത് പൊടിച്ച ശർക്കര ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയിൽ അഴുക്കില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറി കിട്ടുമ്പോൾ നമ്മളുടെ ഫില്ലിങ് റെഡിയായി കിട്ടും. ഈ ഒരു ഫില്ലിംഗ് റെഡിയാക്കുന്ന അത്രയും സമയം കൂട്ടി ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അത് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫില്ലിങ്ങിൻ്റെ ചൂട് മാറിയതിന് ശേഷം അതും ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കയ്യിലൊരല്പം നെയ്യാക്കിയതിന് ശേഷം ഒരു ഉരുളയെടുത്ത് അരികുകൾ പ്രസ് ചെയ്ത് ഇതുപോലെ വലുതാക്കി എടുക്കുക. അതിനുശേഷം നടുഭാഗത്തേക്കായിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ കവർ ചെയ്തെടുക്കാം. കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഈ ഒരു രീതിക്ക് വെറുതെ ഉരുട്ടിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് ഒന്നും കൂടെ കാണാൻ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആപ്പിൾ റാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. റാപ്പർ നല്ലപോലെ കഴുകി ആ ഒരു വെള്ളപ്പറ്റൊക്കെ മാറ്റിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഏത് പാത്രത്തിലാണോ ആവി കയറ്റി എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം എണ്ണ തടവിയിട്ട് അതിലേക്ക് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റി എടുക്കാം. വീണ്ടും ഹൈ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് വെന്ത് കിട്ടിക്കോളും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.